Hey guys, so welcome back to another new video of SR Vlogs. So if you are watching our channel for the first time, I am a plus one commerce grader with computer application as optional paper. So in this video, I'll be sharing the review of our English exam. അപ്പോൾ ഇന്ന് നമുക്ക് ഇംഗ്ലീഷ് എക്സാം ആയിരുന്നു. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആയിരിക്കും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് ഞാൻ എങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് സ്റ്റഡി വ്ളോഗ് നാളെയോ ഇല്ലെങ്കിൽ ഇന്ന് രാത്രിയായിട്ടൊക്കെ വീഡിയോ വരുമായിരിക്കും. ഓക്കെ, സോ നിങ്ങളുടെ എക്സാമും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് എന്ന് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റായിട്ട് പറയാം. പിന്നെ ടൈം മാനേജൊക്കെ ചെയ്ത് എഴുതാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താണ് ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ട് എന്നുള്ളതൊക്കെ പറയാം. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. അപ്പോൾ ഇതിൽ ഞാൻ വൺ വേർഡ് ക്വസ്റ്റ്യൻസിൻ്റെയും പിന്നെ കുറച്ച് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ആൻസേഴ്സ് ഞാൻ എഴുതിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് കാണാൻ താല്പര്യമില്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക. കാരണം ചത്തക്കുട്ടിൻ്റെ ജാതകം നോക്കണ്ട എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവല്ലോ, അപ്പോൾ അവർ സ്കിപ്പ് ചെയ്യുക. പിന്നെന്താ പിന്നെ ജസ്റ്റ് എന്താ നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്നത് നല്ലതാണല്ലോ എക്സാം പേപ്പേഴ്സൊക്കെ, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. ക്വസ്റ്റ്യൻസ് 1 to 8 എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ദ പാസേജ് ഇസ് ടേക്കൺ ഫ്രം ആൻസർ വന്നിട്ട് ദ സെറാങ് ഓഫ് റെനാഗഞ്ചി. പിന്നെ വിച്ച് വേർഡ് ഇസ് ദ പാസേജ്, വിച്ച് വേർഡ് ഇൻ ദ പാസേജ് മീൻസ് എക്സ്ട്രീംലി സ്ട്രേഞ്ച്. അത് ഞാൻ കൊടുത്തതെന്ന് വെച്ചാൽ എക്സ്ട്രീംലി സ്ട്രേഞ്ച് എന്നുള്ളത് ഈ വേർഡാണ് കൊടുത്തത്. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ എന്താണെന്നറിയില്ല, ക്യൂർ എന്നാണ് തോന്നുന്നു. അപ്പോൾ ഈ ഒരു വേർഡാണ് ഞാൻ എഴുതിയിട്ടുണ്ടായത്. പിന്നെ നെക്സ്റ്റ് അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തേർഡ് ക്വസ്റ്റ്യൻ, whom does the author speak about in the passage? ഞാൻ ഹസനാണ് എഴുതിയത്. പിന്നെ നെയിം ദ ഓഥർ ഓഫ് ദ പാസേജ്, അത് ഡോക്ടർ എ ജെ ക്രോണിൻ. പിന്നെ ഈ ഒരു ലൈൻസ് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഈ ഒരു ദീസ് ലൈൻസ് ആർ ടേക്കൺ ഫ്രം ദ പോം ഡെത്ത് ദ ലെവലർ. പിന്നെ ഐഡൻറ്റിഫൈ ദ ഫിഗർ ഓഫ് സ്പീച്ച്. ഇത് അപ്പോൺ ഡെത്ത്സ് പർപ്പിൾ ആൾട്ടർ നൗ എന്നുള്ളത് കൊണ്ട് തന്നെ രണ്ട് കൺഫ്യൂഷൻ, രണ്ട് സാധനങ്ങൾ നമുക്ക് എഴുതാൻ വേണ്ടി തോന്നും. ഒന്ന് പേഴ്സോണിഫിക്കേഷൻ ആണോ മെറ്റഫർ ആണോ എന്ന്. ഞാൻ എഴുതിയത് പേഴ്സോണിഫിക്കേഷൻ ആണ്. അപ്പോൾ മെറ്റഫർ ആണ് ആക്ച്വൽ ആൻസർ. കാരണം പർപ്പിൾ ആൾട്ടർ നൗ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റഫർ ആണ്. പിന്നെ ഡെത്ത് ഉള്ളത് കൊണ്ട് പേഴ്സോണിഫിക്കേഷന് ചിലപ്പോൾ മാർക്ക് കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താ വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ബ്ലോസം ഇൻ ദ ഡസ്റ്റ്. അത് ഞാൻ നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ബ്ലോസം ഇൻ ദ ഡസ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയ ആൻസർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്ത ഗുഡ് ഡീഡ്സിൻ്റെ ആ ഒരു സ്മെല്ലായിരിക്കും ബ്ലോസം ചെയ്യുക എന്നുള്ള രീതിയിലാണ് എഴുതിയിട്ടുണ്ടായത്. പിന്നെ പിക്ക് ഔട്ട് ദ വേർഡ് ഫ്രം ദ പോം ദാറ്റ് മീൻസ് ടു ടോക്ക് വിത്ത് ടു മച്ച് പ്രൈഡ് അബൌട്ട് സംതിങ് ദാറ്റ് യു ഹാവ് ഓർ ക്യാൻ ഡു. അത് ഞാൻ എഴുതിയത് ബോസ്റ്റ് എന്നാണ്. ഈ ഒരു വേർഡ് ബോസ്റ്റ് ആണ് എഴുതിയിട്ടുണ്ടായത്. ഓക്കെ, പിന്നെ 9 to 12 വരെയുള്ളതിൽ അറ്റംപ്റ്റിന് 3 ഓഫ് ദ ഫോളോയിങ് ആണ്. അതിൽ ഞാൻ എല്ലാ അറ്റംപ്റ്റും എഴുതിയിട്ടുണ്ട്. കാരണം എനിക്ക് 2-3 കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഗ്രാമർ മൊത്തം വന്നതുകൊണ്ട് പിന്നെ ഒന്നും എഴുതാണ്ട് വിടാൻ പറ്റുന്ന ഒരു സംഭവമായിട്ട് ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് ചൂസ് ദ കറക്റ്റ് ഓൾട്ടർനേറ്റീവ്. അതിൽ ഐദർ പ്രമോദ് ഓർ ഹിസ് ഫ്രണ്ട്സ് ഹാവ് കം എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ നൈദർ ഓഫ് us ലൈക്ക് കോഫി എന്നാണ് കൊടുത്തത്. പിന്നെ ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഷീ ആസ്ക്ഡ് whether he was an Indian. പിന്നെ എന്താണ്, he replied positively. പിന്നെ she excused and asked whether he was a vegetarian. അങ്ങനെയാണ് ഞാൻ എഴുതിയിട്ടുണ്ടായത്. പിന്നെ വാട്ട് ഇസ് ദ തീം ഓഫ് ദ ഷോർട്ട് സ്റ്റോറി ഹിസ് ഫസ്റ്റ് റൈറ്റ്. അത് ഞാൻ സെൽഫ് കോൺഫിഡൻസിൻ്റെ ഇമ്പോർട്ടൻസും കറേജ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് എഴുതിയത്. പിന്നെ ഇതിൽ എഡിറ്റ് ഞാൻ എഴുതിയതെന്ന് വെച്ചാൽ ഇവിടെ ദെയർ ഈസ് മെനി പീപ്പിൾ എന്ന് പറയില്ലല്ലോ, സോ ദെയർ ആർ മെനി പീപ്പിൾ. പിന്നെ ഹൂ ഹാസ് പ്രൂവ്ഡ് ദെയർ എന്നുള്ളത് ഹൂ ഹാവ് പ്രൂവ്ഡ് എന്നാക്കിയിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ആണോ മാറ്റേണ്ടതെന്നുള്ളത് അറിയില്ല. അപ്പോൾ അത് നിങ്ങൾ എന്താ എഴുതിയെന്നൂടെ കമൻറ്റ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് അടുത്ത പോർഷനിലേക്ക് പോവുകയാണെങ്കിൽ അറ്റംപ്റ്റ് എനി 5 ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഫ്രം 13 to 19 ആണ്. അപ്പോൾ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ ഈ ഒരു അതായത് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നുള്ള സംഭവം എഴുതിയിട്ടുണ്ട്. പിന്നെ സോണറ്റ് അത് 14 ലൈൻ പോം ആണെന്നും പിന്നെ ആ ഒരു സ്ലീപ്പിനെ പറ്റിയിട്ടൊക്കെയാണ് അതിലെന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്നൊക്കെ വെച്ചിട്ടാണ് ഞാൻ എഴുതിയത്. പിന്നെ നമ്മൾ വാക്കിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് ഒക്കെ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് തള്ളി എഴുതുക ചെയ്തത്. പിന്നെ ട്രാവൽ ഇൻഫോ എഴുതണമെന്നുണ്ടായിരുന്നു, പക്ഷേ ട്രാവൽ ഇൻഫോ പെട്ടെന്ന് എനിക്ക് ആ ഒരു ഫോർമാറ്റോ കാര്യങ്ങളൊന്നും ബോധത്തിൽ വരാത്തതുകൊണ്ട് ഞാൻ പിന്നെ നെക്സ്റ്റ് ബാക്കിയുള്ള 2 എഴുതാമെന്ന് വിചാരിച്ചു. അങ്ങനെ പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിൻ്റെ ആ ഒരു സ്റ്റോറി കുറച്ച് ഞാൻ ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ആ ഒരു ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ട് ഒരു എഴുതലാണ് ചെയ്തത്. പിന്നെന്താ ഈ ഒരു ടൈറ്റാനിക്കിൻ്റെ ക്വസ്റ്റ്യനും കുഴപ്പമില്ലാണ്ടുണ്ടായിരുന്നു, അപ്പോൾ അതും കൂടെ ഞാൻ എഴുതി. പിന്നെ ഈ ഒരു ഇമെയിൽ എനിക്ക് ഡൗട്ടായി പോയിട്ടുണ്ടായിരുന്നു, കാരണം എങ്ങനെ എഴുതേണ്ടതെന്ന് പെട്ടെന്നൊരു പിടി കിട്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഇമെയിൽ എഴുതാഞ്ഞത്. ഇമെയിലാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് എഴുതായിരുന്നു, ഫോർമാറ്റ് ജസ്റ്റ് ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു വന്നാൽ ഇത് ഇരിക്കട്ടെ. അപ്പോൾ ഈ ഒരു പ്രൈസ് ഓഫ് ഫ്ലവേഴ്സിൻ്റെ ടൈറ്റിലും പിന്നെ ഈ ഒരു റെക്ക് ഓഫ് ദ ടൈറ്റാനിക്കിൻ്റെയും ഈ ഒരു 2 ഡൂസ് ആൻഡ് ഡോൺസും പിന്നെ സോണറ്റും പിന്നെ വാക്കിങ്ങിൻ്റെ എഫക്റ്റും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എഴുതിയിട്ടുണ്ടായത്. പിന്നെ നെക്സ്റ്റ് അറ്റംപ്റ്റ് 5 ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഫ്രം 20 to 25. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അപ്രിസിയേഷനിൽ നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഇഫാണ്, റൂഡിയാർഡ് കിപ്ലിങ്ങിൻ്റെ. അതും കുഴപ്പമില്ലാണ്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ ഡിസാസ്റ്റേഴ്സിനെ പറ്റിയിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടുള്ള എസ്സേ ചോദിച്ചിട്ടുണ്ട്. അതെന്തൊക്കെയോ വെച്ച് തള്ളുകയോ ചെയ്തു സത്യം പറഞ്ഞാൽ. പിന്നെ
TV റിപ്പോർട്ട് ഓഫ് ലഹോള, അതും കുഴപ്പമില്ലാണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രൊഫൈലാണ് നമുക്ക് അടിപൊളിയായി പോയത്, മോഹൻലാലിൻ്റെയൊക്കെ തന്നിട്ടുണ്ട്. സോ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നല്ലപോലെ എഴുതിയിട്ടുണ്ട്. സോ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും കുഴപ്പമില്ലാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പിന്നെ ഹസ്സൻ്റെ ക്യാരക്ടർ സ്കെച്ചാണ് വന്നിട്ടുള്ളത്. അതും ഒരുവിധം സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ ഒരു റിച്വൽ, നമ്മുടെ ഈ ഒരു ലൊക്കാലിറ്റിയിലുള്ള റിച്വൽ എഴുതാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ വരെ നമുക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സിമ്പിളായിട്ട് തോന്നിയത് ആ ഒരു പോർഷൻ. പിന്നെ നെക്സ്റ്റ് അറ്റംപ്റ്റ് 2 ഓഫ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ഈ ഒരു നെഹ്റുവിൻ്റെ ഗ്രാൻഡ് ട്രിബ്യൂട്ട് ടു ഗാന്ധിജിയിലെ ഒരു എസ്സേ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ജസ്റ്റ് ഒന്ന് ഡൗട്ട് ആയിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ നെഹ്റുവിനെയാണോ പൊക്കി പറയേണ്ടതില്ലെങ്കിൽ ഗാന്ധിൻ്റെ കാര്യമാണോ പറയേണ്ടത്. സോ ഞാൻ രണ്ടും കൂടെ മിക്സ് മാച്ച് ആക്കി എഴുതി വെക്കുകയാണ് ചെയ്തത്. പിന്നെ ട്രാവൽ എസ്സേനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സ്കൂൾ ടൂർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനൊരു സ്കൂൾ ടൂർ രീതിയിലൊക്കെയാണ് എഴുതിയത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായത്. ലാസ്റ്റ് ആ ഒരു 26 to 28 ഈ ഒരു ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ ഒന്നും കൊടുത്തിട്ടില്ല, അതായത് നമ്മുടെ അൺനോൺ പോയത്തിൻ്റെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്നത്. സോ എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു എക്സാം ആയിരുന്നു. ബേസിക്കലി പറയുകയാണെങ്കിൽ കുറേ ചാപ്റ്റേഴ്സിനൊന്നും നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. അതായത് ലാസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഈ സൊസൈറ്റി ഡെഡ്, സൈബർ സ്പേസ്, പിന്നെ കോൺസെപ്റ്റൽ ഫ്രൂട്ട്, പിന്നെ നമ്മുടെ ക്വസ്റ്റ് ഫോർ എ തിയറി ഓഫ് എവറിത്തിങ് ഉണ്ടല്ലോ, അതിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻ വന്നിട്ടുമില്ല. അപ്പം അതൊരു നല്ല കാര്യമാണ്. എന്നാലും നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ എവിടുന്നാ വരുക എന്താ വരുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ മോഡൽ കണ്ടിട്ട് നമുക്ക് പബ്ലിക്കിൽ ഇത് വരും അത് വരും എന്നും പറയാനും പറ്റില്ല. സോ യൂണിറ്റ് വൈസ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് യൂണിറ്റിന് ഇമ്പോർട്ടൻസേ ഇല്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്നാണ് നമ്മൾ ആ ഒരു 2 മാർക്സിനുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. പിന്നെ പ്രൈസ് ഓഫ് ഫ്ലവറിൻ്റെ ആ ഒരു ടൈറ്റിലിൻ്റെ മുകളിൽ ആപ്റ്റ്നെസ് പറയാൻ വേണ്ടിയിട്ട് കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. സോ നമ്മളെല്ലാ യൂണിറ്റും അടിപൊളിയായിട്ട് പഠിക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റിവ്യൂ എന്ന് പറഞ്ഞാൽ. ഇന്നാളെ അക്കൗണ്ടൻസി ആണ്. അപ്പോൾ അക്കൗണ്ടൻസിൻ്റെ കാര്യത്തിൽ എന്തൊക്കെയാവുമെന്ന് അറിയില്ല. സോ ട്രൈ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ മോർ വ്ളോഗ്സ് ആൻഡ് കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ എന്തായാലും ഒരു നല്ലപോലെ എക്സാമൊക്കെ എഴുതിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ ബൈ.